എൻ്റെ പേര് സിദ്ദീഖുൽ മിസ്ബാഹ്. എനിക്ക് ചോദിക്കാനുള്ളത്, മാല മൗലീദുകൾ എന്ന് പറയുമ്പോൾ മഹാന്മാരുടെ മഹത്വം, അതായത് അവരുടെ മദ്ഹ്, ശ്രേഷ്ഠത, ഫളീലത്ത് പറയുക, ഇതാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, കഴിഞ്ഞ നവംബർ 30 കാഞ്ഞങ്ങാട് വെച്ച് നടന്ന മുഖാമുഖത്തിൽ ബഹുമാനപ്പെട്ട ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഫളായിൽ, ശ്രേഷ്ഠത, അതന്നെയാണ് മദ്ഹ്, അത് പറയാൻ വേണ്ടി ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, അബൂ ദാവൂദ്, ഇബ്നു മാജ തുടങ്ങിയ ഹദീസ് ലോകത്തെ വെള്ളി നക്ഷത്രങ്ങളുടെ ഉസ്താദായ സയ്യിദുൽ ഹുഫാദ് എന്നറിയപ്പെടുന്ന അബൂബക്കർ ഇബ്നു അബീ ശൈബ റളിയല്ലാഹു അൻഹു ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഫളായിൽ പറയാൻ കൊണ്ടുവരുന്ന സംഭവം എന്താ? നിങ്ങളൊക്കെ ഇപ്പം ഈ ശിർക്ക് എന്ന് പറഞ്ഞ് ഒരുപാട് വാദോരാതെ പറഞ്ഞിട്ടില്ലേ? കബറിങ്കൽ പോവുക, ചോദിക്കുക, അത് ശിർക്കാണ്, പച്ച ശിർക്കാണെന്നൊക്കെ പറയണില്ലേ? ആ സംഭവമാണ് ഹിജ്റ 17 മഴയ്ക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിങ്കൽ വന്ന് ഇസ്തിഗാസ നടത്തുന്ന സംഭവം എന്തിനു കൊണ്ടുവരുന്നു? ഫളായിൽ പറയാൻ. ആരുടെ? ഉമറുൽ ഖത്താബ് തങ്ങളുടെ മദ്ഹ് പറയാൻ. ആ സംഭവത്തിൻ്റെ മത്ന് അത് ശിർക്കാണോ തൗഹീദാണോ? അതോടൊപ്പം ഇക്കഴിഞ്ഞ ഈ 2 ദിവസമായിട്ടുള്ള വാഴക്കാട് മുഖാമുഖത്തിൽ അല്ലേ, വാഴക്കാട് മുഖാമുഖത്തിൽ ഒരു സാധു, ഒരു പാവം ചോദിച്ചു, തലമറക്കൽ സുന്നത്താണോന്ന്. നമ്മുടെ ഫൈസൽ മൗലവി പറഞ്ഞ്, അതൊന്നും സുന്നത്ത്, അത് ആദത്താണെന്നല്ലേ. ഫൈസൽ മൗലവി ഇവിടെ ഇല്ല, ഇവിടെ കാണുന്നില്ലല്ലോ. ആയിക്കോട്ടെ. 1950 അൽമനാറിന്റെ കയ്യിൽ കേട്ടോ, അതിന്റെ കോപ്പിയാണ്. അതായത് 1950 പേജ് നമ്പർ 4 സെപ്റ്റംബർ 20 ഞാൻ വായിച്ചു തരാം, അത് കേട്ടോളൂ. മുസ്ലിങ്ങൾക്ക് തലമറക്കൽ തൊപ്പി കൊണ്ടോ തലപ്പാവ് കൊണ്ടോ എന്തായിരുന്നാലും വേണ്ടില്ല, അത് സുന്നത്താണ്. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം മുജാഹിദീങ്ങൾ. 1950 സുന്നത്തായ ഒരു കാര്യം ഫൈസൽ മൗലവി ഇപ്പം അത് സുന്നത്തല്ലാന്ന് അതിൻ്റെ മറുപടി വ്യക്തമായിട്ട് പറയണം. അന്ന് അൽമനാറിൽ നിങ്ങൾ സുന്നത്താണ് എന്ന് പറയാൻ നബിചര്യാണല്ലോ സുന്നത്ത്, അന്ന് നിങ്ങൾ സുന്നത്താണെന്ന് പറയാൻ കൊണ്ടുവന്ന തെളിവ് പറയാ. അതോടൊപ്പം ഖബറ് കെട്ടിപ്പൊക്കൽ അവിടെ ഒരു വിഷയമായിരുന്നു. ഖബറ് കെട്ടിപ്പൊക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബഹുമാനപ്പെട്ട അഖീൽ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയുടെ ഖബറിന്റെ മുകളിൽ വലിയ വീട് തന്നെ പണിത് സംരക്ഷിച്ച ബഹുമാനപ്പെട്ട അഖീൽ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും അവിടുത്തെ ആ സംഭവത്തിന് കൂട്ടുനിന്ന ബഹുമാനപ്പെട്ട സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹുവും ആ പ്രവൃത്തി ഉണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയുടെ ഖബറിന്റെ മുകളിൽ, ചോദ്യതാണ്, ഭാര്യയുടെ ഖബറിന്റെ മുകളിൽ വീട് പണിത, ഖബർ കെട്ടിപ്പൊക്കൽ വിഷയമായിരുന്നല്ലോ, ബിൽഡിംഗ് തന്നെ പണിത ആ സ്വഹാബത്തിന്റെ പ്രവൃത്തി ഇസ്ലാമികമാണോ അതല്ല ഷിയായിസമാണോ? അതോടൊപ്പം മറഞ്ഞ വഴിയിൽ കൂടി അവസരം തരും. 3 ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. വാഴക്കാട് വെച്ച് നടന്ന മുഖാമുഖവുമായി ബന്ധപ്പെട്ടാണ് മുപ്പർ ഇവിടെ വന്ന് ചോദിക്കുന്നത്. ആ ചോദ്യം അവിടെ ചോദിക്കുകയാണെങ്കിൽ വളരെയധികം എളുപ്പത്തിൽ നമുക്ക് അവിടെ മറുപടി പറയാൻ പറ്റും. ശരി, അവിടെ അവസരം 10 മണി വരെ ഞങ്ങൾ ഉണ്ടായിരുന്നു. ആയിക്കോട്ടെ, ശരി. അതിനുള്ള മറുപടി ഇൻഷാ അല്ലാഹ് ഫൈസൽ മൗലവി തരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ അൻഫഅനാ ബിമാ അല്ലംതനാ വഅല്ലിംനാ മാ യൻഫഉനാ വസിദ്നാ ഇൽമൻ നാഫിഅ. അല്ലാഹുമ്മ അൻസുർനാ വസബ്ബിത് അഖ്ദാമനാ യാ അർഹമർ റഹീം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാല മൗലീദുകൾ ഇസ്ലാമികമോ എന്ന വിഷയത്തിൽ നാം സംഘടിപ്പിക്കുന്ന ഈ ഒരു മുഖാമുഖത്തിൽ ഇപ്പൊ കുറച്ച് മാസങ്ങളായി നമ്മുടെ സ്ഥിരം ചോദ്യകർത്താവായി രംഗത്ത് വരുന്ന സിദ്ദീഖ് മിസ്ബാഹി എന്നറിയപ്പെടുന്ന മുസ്ലിയാർ തന്നെയാണ് ഇവിടെയും ചോദ്യവുമായി വന്നിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. 2 ദിവസങ്ങൾക്ക് മുമ്പാണ് വാഴക്കാട് ഖബർ ആചാരങ്ങളും അനാചാരങ്ങളും എന്ന വിഷയത്തിൽ നാം ഒരു മുഖാമുഖം സംഘടിപ്പിച്ചത്. അന്ന്
ഇദ്ദേഹത്തെപ്പോലെ മുസ്ലിയാക്കന്മാരും വരുമെന്ന് നമ്മളൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷെ ഒരാളെ പോലും ചോദ്യം ചോദിക്കാൻ അവിടെ കണ്ടില്ല. 10 മണിയും കഴിഞ്ഞ് ഏകദേശം 10:15, 10:20 നമ്മൾ അവിടെ പ്രോഗ്രാം അവസാനിപ്പിക്കുന്നത്. ഞാൻ വിചാരിച്ചൊരു പക്ഷെ അദ്ദേഹം ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പം അതിൽ അറിഞ്ഞിട്ടുണ്ട്, നമുക്ക് മനസ്സിലായി. അറിഞ്ഞിട്ടുണ്ട്, അവിടുത്തെ മുഖാമുഖം ശ്രദ്ധിച്ചിട്ടുമുണ്ട്. ഇൻഷാ അല്ലാഹ് ഖബറുമായി ബന്ധപ്പെട്ട് ഇനിയും നമ്മൾ എവിടെയെങ്കിലൊക്കെ മുഖാമുഖം സംഘടിപ്പിക്കുമെങ്കിൽ അദ്ദേഹം ചോദിച്ച 3ാമത്തെ ചോദ്യം അവിടെ വന്ന് ചോദിക്കണമെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ വിഷയം മാലമൗലിദുകളാണ്. കാരണം മാലമൗലിദ് പറയുമ്പോൾ മുസ്ലിയാക്കന്മാർക്ക് വയറിളകും ഞങ്ങൾക്കറിയാം. ഓല് മുഖ്യമായി ജീവിക്കുന്നത് ഈ ഒരു സാധനത്തിലാണ്. 333, 440 ഇങ്ങനെ ഓരോ വക ഉണ്ടാക്കിയിട്ട് ഇതിലൂടെയാണ് മനുഷ്യരെ പറ്റിച്ച് ആളുകളിൽ നിന്ന് പണം പിടുങ്ങി ശിർക്കിന്റെയും ബിദ്അത്തിന്റെയും ഖുറാഫാത്തിന്റെയും പിന്നാലെ കൊണ്ടുപോയി താങ്ങടക്കമുള്ള മുസ്ലിയാക്കന്മാർ ഈ സമൂഹത്തെ നരകത്തിന്റെ വഴിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ വിശദമായി ഉമർ സൂചിപ്പിച്ചു, മാലമൗലിയുടെ ആശയങ്ങൾ ഖുർആനെതിരായവ, ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസങ്ങൾക്കെതിരായവ, അതേപോലെ റഹ്മാനായ റബ്ബിനെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള വരികൾ, പ്രവാചകന്മാരെക്കാൾ ഏറെ അല്ലാത്തവരെ പുകഴ്ത്തുന്ന പ്രശംസിക്കുന്ന വരികൾ, ഇതൊന്നും ഇസ്ലാമികമല്ല എന്നാണ് പ്രസ്താവിച്ചത്. അതേപോലെ കുറെ കെട്ടുകഥകൾ, എവിടുന്ന് കിട്ടിയെന്നറിയാത്ത, ആര് പഠിപ്പിച്ചുവെന്നറിയാത്ത ധാരാളം കെട്ടുകഥകളാണ് മാലമൗലീദുകളിൽ, ഈ കിതാബുകളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. അപ്പൊ അതൊക്കെ മഹാന്മാരുടെ മദ്ഹാണ് എന്ന പേരിലാണ് മുസ്ലിയാക്കന്മാർ സമൂഹത്തെ പറ്റിച്ചുകൊണ്ട് ഈ ഒരു വ്യാജ ചരക്ക് ഇവിടെ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുമായി ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കാനാണ് കഞ്ഞങ്ങാട് മുഖാമുഖത്തിലും അതിനുശേഷം കവുംപുറം വളാഞ്ചേരി മുഖാമുഖത്തൊക്കെ ചോദിച്ചൊരു ചോദ്യം. അവിടെയൊക്കെ കൃത്യമായി വിശദീകരിക്കുകയും ചെയ്തൊരു വിഷയം, ഉമർ ഖത്താബിനെ ഫള് പറയാനാണല്ലോ മുൻഗാമി ഉദ്ധരിച്ചത്, ഫളാണല്ലോ മദ്ഹ്, ആ മദ്ഹാണല്ലോ ഇവിടെ ചോദ്യം എന്ന് പറഞ്ഞ് പശുവിനെ തെങ്ങുമ്മ കെട്ടി തെങ്ങിനെ വർണ്ണിക്കുന്ന പണി തൽക്കാലം നടക്കൂല എന്നാ പറയുന്നത്. നിങ്ങൾ ഉമർ ഖത്താബിനെ കുറിച്ച് ആ ഫളാണോ പറയണത്? ഉമർ ഖത്താബിനെ കുറിച്ച് ഖുർആനിലും ഹദീസിലും പഠിപ്പിക്കപ്പെട്ട സ്ഥിരപ്പെട്ട ചരിത്രങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്ന ഉമർ ഖത്താബിന്റെ മഹത്വങ്ങൾ, ഫളായിലുകൾ, അതാണോ നിങ്ങൾ പറയുന്നത്? അല്ല. അതാണെങ്കിൽ നമ്മൾ ആരും അവിടെ എതിർക്കാൻ വരികയുമില്ല. ഉമർ ഖത്താബിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ ചില ആയത്തുകൾ ഉമർ ഖത്താബുമായി ബന്ധപ്പെട്ട് അവതരിച്ച ആയത്തുകളുണ്ട്. ഹദീസുകളിൽ ഉമർ ഖത്താബിന്റെ മഹത്വം പറയുന്ന ധാരാളം ഹദീസുകൾ വന്നിട്ടുമുണ്ട്. മാത്രവുമല്ല പല ഹദീസ് ഗ്രന്ഥങ്ങളിലും ഉമർ ഖത്താബിന്റെ മഹത്വങ്ങൾ പറയുന്ന അധ്യായങ്ങൾ തന്നെ നൽകുകയും അദ്ദേഹത്തിന് ഒരുപാട് മഹത്വങ്ങളെ അവിടെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആ മഹത്വങ്ങൾ നിങ്ങൾ വായിക്കുകയോ വായിപ്പിക്കുകയോ പഠിപ്പിക്കുകയോ പറഞ്ഞു കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നുവെങ്കിൽ അതിനെ എതിർക്കാൻ ഒരു മുജാഹിദും വരികയില്ല എന്നത് യാഥാർത്ഥ്യമാണ്. നേരെ മറിച്ച് അതിന്റെ മറവിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പശുവിനെ തെങ്ങിൽ കൊണ്ടുപോയി കെട്ടിയിട്ട് ആ തെങ്ങിനെ വർണ്ണിക്കുക എന്ന് പറഞ്ഞതുപോലെ ഇല്ലാത്ത കുറെ കെട്ടുകഥകൾ അവരെ പേര് വെച്ച് കെട്ടിയിട്ടാണ് ഇവിടെ മദ്ഹ് എന്ന പേരിൽ നിങ്ങളെപ്പോലെ മുസ്ലിയാക്കന്മാർ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഉമർ ഖത്താബിനെ കുറിച്ച് തന്നെയും മൗലിദ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മൗലിദ് കിതാബിൽ ഫാറൂഖ് മൗലിദ് എന്ന പേരിൽ മൗലിദ് ഉണ്ട്. ഒട്ടുമിക്ക മൗലിദ് കിതാബിലുമുണ്ട് ഉമർ ഖത്താബിന്റെ പേരിൽ മൗലിദ്. ഉമർ ഖത്താബ് അടക്കമുള്ള ബദരീങ്ങളെ ഒന്നിച്ചു പറഞ്ഞുകൊണ്ടുള്ള ബദർ മൗലിദ് ചെറുതും വലുതും വ്യത്യസ്ത രൂപത്തിലായി മൗലിദും മാലയും എല്ലാം ഉണ്ട് താനും. അവിടെയൊക്കെ ഉമർ ഖത്താബിനെ കുറിച്ച് പറയുന്നത് ഈ പറയപ്പെട്ട ആശയങ്ങളല്ല. നേരെ മറിച്ച് കള്ളക്കഥകൾ ഒരു ഭാഗത്ത്, അവരെ വിളിച്ച് തേടുന്ന തേട്ടങ്ങൾ മറുഭാഗത്ത്, അവരാരും പഠിപ്പിക്കാത്ത പരിചയമില്ലാത്ത തെറ്റായ തവസ്സുലുകൾ മറുഭാഗത്ത്. ഉദാഹരണമായി ഫാറൂഖ് മൗലീദിൽ നിങ്ങൾ പറഞ്ഞ ഇസ്തസ്ഖീം ഇലാൽ സൈഫ് ഒന്നല്ല, മൗലീദിൽ ഇത് വൃത്തം, അത് വേറെ ഇത് വേറെ, അതും ഇതും യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ആള് ജീവിച്ചിട്ടുള്ളതെന്ന് തന്നെ ആർക്കറിയാം, അത് വേറെ വിഷയം. ഇവിടെ ഫാറൂഖ് മൗലീദിൽ എന്താ പഠിപ്പിക്കുന്നത്? തവസ്സൽനാക യാ അല്ലാഹ് ബിഖത്മിൽ അംബിയാ ലില്ലാഹ് വഅസ്ഹാബിൽ റസൂലില്ലാഹ് വഫാറൂഖിൻ സഫിയില്ലാഹ്. ഉമർ ഫാറൂഖിനെ കൊണ്ട് ഇദാ റബ്ബേ ഞങ്ങൾ തവസ്സുലാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ലാത്ത, അല്ലാഹു തആല പഠിപ്പിച്ചിട്ടില്ലാത്ത, സ്ഥിരപ്പെട്ടതല്ലാത്ത ഇസ്ലാമിക വിരുദ്ധമായ ബിദ്അത്തായ തവസ്സുൽ ഇവിടെ പരിചയപ്പെടുത്തുന്നു.
ഓരോവരെയും ഇലാഹി ആതിന റഹ്മ വമഗ്ഫിറതൻ മഅൻ നിഖമ ഖിനൽ അംറാദ വന്നിഖമ ബിഫാറൂഖിൻ സഫിയില്ലാ. അല്ലാഹുവിന്റെ സഫിയായ ഫാറൂഖിനെ കൊണ്ട് ഞങ്ങളുടെ രോഗങ്ങൾക്ക് മാറ്റണേ, പ്രശ്നങ്ങൾ തീർക്കണേ, പ്രയാസങ്ങൾ ദൂരീകരിക്കണേ. ഇലാഹി ജന്നിബിൽ ബൽവാ വലുർറൻ ഹദ്ദിരിൽ ലഅവാ വജുദ്നാ അഅത്തിൽ ബൽവാ ബിഫാറൂഖിൻ സഫിയില്ലാ എന്ന് പറഞ്ഞു ഉമർ ഖത്താബിനെ കൊണ്ട് ഞങ്ങൾ എല്ലാ ആഫത്തുകളും എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാം തീർക്കണേ എന്ന് മാത്രമല്ല ഫകം മിൻ ആഹത്തിൻ സുനിയത് വകം മിൻ ആഫത്തിൻ സുനിഫത് വകം മിൻ ഹാജത്തിൻ ഖുദിയത് ബിഫാറൂഖിൻ സഫിയില്ലാ. അല്ലാഹുവിന്റെ സഫിയായ ഫാറൂഖിനെ കൊണ്ട് എത്ര കട്ടപ്പാടാ നീങ്ങി കിട്ടിയത്, എത്ര ബുദ്ധിമുട്ടാ തീർന്നു പോയത്, എത്ര ആഫത്താണ് വഴിമാറിപ്പോയത്, എത്ര ആവശ്യങ്ങളാണ് നിറവേറപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫാറൂഖിന്റെ പേരിൽ ഉമർ ഖത്താബിന്റെ പേരിൽ ഇല്ലാത്ത കഥകളെ അനിസ്ലാമികമായ വിശ്വാസങ്ങളെ വെച്ചുകെട്ടി പഠിപ്പിക്കുന്നു. ഇനി ഉമർ ഫാറൂഖ് അടക്കമുള്ള ബദരീങ്ങളെ കൊണ്ട് നിങ്ങൾ പഠിപ്പിക്കുന്ന മൗലീദുകൾ, അതാ ഇവിടുത്തെ വിഷയം, മാല മൗലീദുകൾ. അത് നിങ്ങളൊക്കെ മുമ്പിലിട്ട് ഇങ്ങനെ പറയാൻ കിട്ടുന്നല്ല, എന്തില്ല വലിയ കിട്ടുന്നില്ല, അല്ലാതെ നിങ്ങൾ കിട്ടുന്നില്ല. നിങ്ങൾ നന്നാവുന്ന പ്രതീക്ഷയില്ല. പക്ഷേ നിങ്ങളത്തെ സത്യം വിശ്വസിച്ച് കുറെ മനുഷ്യന്മാർ വേണ്ടി അവർക്കെങ്കിലും ബോധ്യപ്പെടുമെന്ന ആ പ്രതീക്ഷയിലാണ് ഇത് പറയുന്നത്. കാരണം നിങ്ങൾ നന്നായാൽ സംഗതി കുറച്ച് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയാം. ഇത് 4 ഭാഗം ആലോചിക്കുമ്പോൾ നന്നാകാൻ കഴിയില്ല. അതുകൊണ്ടാണ്, വേറൊന്നുമില്ല. ഉമർ ഖത്താബ് അടക്കമുള്ള ബദരീങ്ങളെ കൊണ്ട് നിങ്ങൾ പഠിപ്പിക്കുന്ന ഈ വക ബദർ മൗലീദ്, ആ ബദർ മൗലീദിന്റെ എല്ലാ അപകടങ്ങളിലും എല്ലാ കട്ടപ്പാടിലും ബദരീങ്ങളും മതി, അവരെ വിളിച്ചാൽ മതി, അവർ രക്ഷപ്പെടുത്താൻ ഓടിയെത്തുമെന്നല്ലേ നിങ്ങൾ പഠിപ്പിക്കുന്നത്? നമ്മുടെ നാട്ടിൽ ഇപ്പോഴാ ഈ നിങ്ങൾ AP സുന്നികള് മഹദത്തുൽ ബദരിയ എന്ന പേരിലും അല്ലാത്തവര് മജീസുന്നൂർ എന്ന പേരിലും പരിചയപ്പെടുത്തുന്ന പാട്ടുകളുണ്ട്. അതിലെന്താ? ദഹം മൗത്തതെ കൂട്ടിയിടും ഇബ്ലീസ് കൂസിനെ കാട്ടിയിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുള റബ്ബന. പഠിച്ചോനെ, ദാഹം മൗത്തിനെ കൂട്ടുന്ന സമയത്ത് ബദരീങ്ങളെ കാവൽ നൽകണേ അല്ലാ എന്നാ പറയുന്നത്. ബദരുമാലയിൽ പോയാൽ കാണാം, ദഹം വീശപ്പോക്കോട് മാത്താലൊച്ചയോ തടിയിൽ മാരിയോജിൽ ശൈത്താൻ ചാതിയാലോ ദേഹം വാലഞ്ഞോനി പേരിനെ ചൊല്ലുകിൽ തീരും മൂലമേ ശീഫയാകുമെന്നോവാർ. ദാഹം, ബുദ്ധിമുട്ട്, കട്ടപ്പാട്, തളർച്ചകള്, ഇതുകൊണ്ടൊക്കെ ശരീരം മെലിഞ്ഞവൻ ബദരീങ്ങളെ പേര് ചൊല്ലാൻ ആ മൂലമലക്ക് ഇളകും. മാല പാടുമ്പോ ശരിയാ, അയാൾ ഈ കൊടുങ്ങളോടി അവിടെ നോടി ഇളകണോ ഇളകട്ടെ, ഛർദ്ദിച്ചു പോടി പുറത്തു പോയിട്ട് വേറെ നിർവാഹമൊന്നുമില്ല. അപ്പോ ബദരീങ്ങളെ കൊണ്ടുള്ള എല്ലാ കട്ടപ്പാടും തീരുമെന്നാണ്. കഴിഞ്ഞില്ല, വീണ്ടും പറയാനില്ല. ഇല്ലാ മുതലും വലഞ്ഞവനൊരുകിൽ എന്നും നിഅമത്തിലാക്കുമാതെന്നോവർ. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടെങ്കിൽ ബദരീങ്ങളെ പേരാണ് ചൊല്ലിയാൽ മതി, എല്ലാ ബുദ്ധിമുട്ടും തീരുന്ന. പിന്നെ അല്ലൽ മേഘന്തേ കാടത്തിയിലകപ്പെട്ടോൻ അസ്മാ ഊരത്താൽ കടം വീടുമെന്നോവർ. കടം കൊണ്ട് കുടുങ്ങിയതാണ്, ബദരീങ്ങളെ പേരാണ് ചൊല്ലിയാൽ മതി. ബദർ മൊഴി തൊട്ട് മനുഷ്യന്മാർ 100 വാങ്ങാൻ പോണ്ട കാര്യമില്ല, ഓരോ പേരാണ് ചൊല്ലിയാൽ തന്നെ കടം വിടുമെന്നാണ്. ഈ വക കള്ളക്കഥകൾക്ക് എന്തു ന്യായം എന്നാ മുജാഹിദീങ്ങൾ ചോദിക്കുന്നത്. അതിന് അന്നൊരാള് ഖബറിനെ പോയി ഇസ്തസ്കീന്ന് പറഞ്ഞില്ലേ, അതാ ഞങ്ങൾക്ക് തെളിവ് എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും ഇത് തെളിയുന്നില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ആ കഥകൾ അതിന്റെ വഴിക്ക് പോട്ടെ. അത് സംസാരിക്കുന്ന, അത് ചർച്ച ചെയ്യുന്ന മേഖലകളിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ വന്നിട്ടുണ്ട്, ഇനിയും വരാം. അവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇനിയും ഇവിടെ ചോദിച്ചാൽ പറയുകയും ചെയ്യും. ഇവിടെ വിഷയം മാല മൗലീദുകൾ ഇസ്ലാമികമോന്ന് ഞങ്ങൾ തീർത്തു പറയുന്നു. മാല മൗലീദ് ഇസ്ലാമികമല്ല. എന്തുകൊണ്ട്? അതിൽ ശിർക്കുണ്ട്, അതിൽ അന്ധവിശ്വാസമുണ്ട്, അതിൽ കള്ളക്കഥയുണ്ട്, അതിൽ അള്ളാഹിനെ പോലും മറികടക്കുന്ന തരത്തിൽ ആശയം ഉൾക്കൊള്ളുന്ന വരികളുണ്ട്. അത് അള്ളാഹു തആല പഠിപ്പിച്ചിട്ടില്ല, പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല, സഹാബത്തിന് പരിചയമില്ല, താബിഈകൾക്ക് പരിചയമില്ല. ഷിയാക്കൾ ഉണ്ടാക്കിയതാണ്. ഷിയാക്കളിൽ നിന്ന് സൂഫ് ഏറ്റെടുത്തതാണ്, സൂഫികളിൽ നിന്ന് സമസ്ത ഏറ്റെടുത്തതാണ്. സമസ്തക്ക് ഊക്കി പോരാന്ന് പറഞ്ഞിട്ട് പിന്നെ അതിന് പോയതാണ് കാന്തപുരം സമസ്തക്കാര്. അതുകൊണ്ട് തന്നെ അത് ഇസ്ലാമിന് അന്യമാണ്, അനിസ്ലാമികമാണ് എന്നാണ് ഇവിടെ ആവർത്തിച്ചിനിയും ഓർമ്മപ്പെടുത്താൻ. അതുമായി ബന്ധപ്പെട്ടവരും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം, ആർക്കും ചോദിക്കാം. ഇല്ലേ, ആ ചോദ്യം ഉള്ളവരാരോ അവർ ചോദിച്ചോട്ടെ എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. മദ്ഹ്, മാല മൗലീദുകൾ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഒരാളുടെ മഹത്വം, ശ്രേഷ്ഠത പറയലാണ്. ഫൈസൽ മൗലവി കാഞ്ഞങ്ങാട് വെച്ച് അന്ന് അത് ഇസ്തസ്കലി ഉമ്മത്തിക്ക എന്ന് പറയുന്ന സംഭവം തവസ്സുലാണ് എന്നും, പരപ്പനങ്ങാടിയിൽ 5 ദിവസത്തിന് ശേഷം കുമ്പസരിച്ചുകൊണ്ട് അത് തവസ്സുലല്ല, അത് എനിക്ക് അബദ്ധം സംഭവിച്ചതാണ് എന്ന് പറയുകയും,
മിനിഞ്ഞാന്ന് കാളിയാലയിൽ വന്ന് പറഞ്ഞു, എന്ത്, ഞാൻ അങ്ങനെ ശിർക്കിനെ തവസ്സുലാക്കിയിട്ടില്ല, തവസ്സുലിനെ ശിർക്കും ആക്കിയിട്ടില്ല. നിങ്ങൾ നടത്തിയ മുഖാമുഖങ്ങളിൽ വന്ന വൈരുദ്ധ്യമാണ് ഇവിടെ ചോദ്യം ചെയ്യാൻ. ഞങ്ങൾ എവിടെ നിന്ന് വന്നവരല്ല. നിങ്ങൾ ഇങ്ങനെ നാടായ നാടുതോറും മുഖാമുഖങ്ങൾ നടത്തുമ്പോൾ ഇങ്ങനെ തൗഹീദിൽ പല വിള്ളലുകളും സംഭവിച്ചു. ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത്, ബുഖാരി, മുസ്ലിം, അബൂദാവൂദ് പോലുള്ള ഹദീസ് ലോകത്തെ വെള്ളി നക്ഷത്രമല്ലേ? ഇവർ ഹദീസ് സ്വീകരിച്ച മഹാനായ അബൂബക്കർ ഇബ്നു നബി ശൈബ റളിയല്ലാഹു അൻഹു ഹിജ്റ 159 ജനിച്ച് ഹിജ്റ 235 വഫാത്തായ ഹാഫിൽ സയ്യിദുൽ ഹുഫാൽ എന്ന ഹദീസ് ലോകം വിശേഷിപ്പിച്ച മഹാനായ അബൂബക്കർ ഇബ്നു നബി ശൈബ റളിയല്ലാഹു അൻഹു എന്ത് മദ്ഹ്, ആരുടെ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മദ്ഹ്, ഫളീലത്ത്, അതന്നെ മാല മൗലീദ് എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ മഹത്വം പറയാ, ശ്രേഷ്ഠത പറയാ. എന്താ കൊണ്ടുവരുന്നത്? ഹിജ്റ 17 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിങ്കൽ ചെന്ന് മഴയെ തേടിയ സംഭവം. ഞാൻ ചോദിക്കട്ടെ, ഒരാളെ ഫളീലത്ത് പറയല് ശിർക്ക് കൊണ്ടാ ആണോ? നിങ്ങൾ മറുപടി പറയണം. പിന്നെ അൽമനാർ തൊട്ടിട്ടില്ല. നിങ്ങൾ ഈ 15 മിനിറ്റ് ഈ പ്രസംഗം നടത്തി എന്താ അൽമനാർ തൊടാന്തേ? നിങ്ങൾ പാലക്കാട് വെച്ച് നിങ്ങൾ കഴിഞ്ഞ 2 നിങ്ങൾ പറഞ്ഞു തലമറക്കൽ സുന്നത്തില്ല. നിങ്ങൾ 1950 അൽമനാറിൽ എഴുതി വെച്ചു സുന്നത്താണ്. നിഷേധിക്കാൻ ധൈര്യമുണ്ടോ മൗലവി? അന്ന് സുന്നത്താവാൻ എന്തായിരുന്നു തെളിവ്? പറയണം മറുപടി. കബർ കെട്ടിപ്പൊക്കലിൽ വാദോരാൾ പ്രസംഗിച്ചിട്ടില്ലേ? എന്നാൽ ഞാൻ പറഞ്ഞ തെളിവ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ? ഏത് കിതാബ് നിങ്ങൾ കണ്ടിട്ടില്ല അല്ലേ? അഖീൽ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയുടെ ഖബറിന്റെ മുകളിലാണ് കെട്ടി ഉയർത്തിയത്. കണ്ടോ കിതാബുകൾ? എവിടെയും കണ്ടിട്ടില്ല അല്ലേ? അപ്പൊ ഈ 3 വിഷയം തുടരണം. മാല മൂലി തന്നെയാണ് വിഷയം. മഹാന്മാരുടെ ഫദ്ല് പറയൽ ശിർക്ക് ഉദ്ധരിച്ചുകൊണ്ടല്ല. അതുകൊണ്ട് കൃത്യമായ മറുപടി പറയണം. നിങ്ങൾ പറഞ്ഞ ശരി. അവസാനം പറഞ്ഞ വാചക ശരി. മഹാന്മാരുടെ മദ്ഹ് പറയൽ ശിർക്ക് ഉദ്ധരിച്ചുകൊണ്ടല്ല. ഇത് മുഴുവൻ പച്ച ശിർക്കാണ്. അതാ കുഴപ്പം. അതാണ് കുഴപ്പം. മദ്ഹ് പറഞ്ഞ ആരെ എതിർക്കുക? മദ്ഹിന്റെ പേര് കള്ളക്കഥ കുത്തിവെച്ച് പ്രചരിപ്പിക്കുക. ഇത് ശരിയല്ല. പറഞ്ഞ തല കുറച്ചൊരു കാര്യമുണ്ട്. താടി വെക്കി. തലവേക്കാളും ഒരു സുന്നത്തെ താടി വെക്കുക. ഞാൻ വാഴക്കാളൊന്നും പറഞ്ഞിരുന്നു. എന്താ നായി വെക്കാത്ത? വലിയ താടിയിലിപ്പത്. അപ്പൊ തലമുറക്കൊക്കെ എത്രയോ വലിയ സുന്നത്ത താടി വെക്കല് വാജിബാദ് പോലും പണ്ഡിതമായി പറഞ്ഞ തലമുക്ക് മറക്കെ വേറെ കാര്യം. ഈ നാട്ടിലെടുത്ത് നിങ്ങളെ പിന്നെ ഇയാള് പ്രസംഗിച്ചത് നമ്മളെ ഹംസക്കോയ ബാക്കവി മുസ്ലിം ആണെങ്കിൽ തൊപ്പിന്റെ മേലെ തലയിൽ കെട്ടണം എന്നാ. അപ്പൊ നിങ്ങൾ മുസ്ലിം ആകാൻ കണക്കില്. അപ്പൊ അതൊക്കെ നിർത്തിക്കാടി. ഇവിടെ തല മറച്ചാലും ഇവിടെ തുണിയെടുത്താൽ മതി. അവിടത്തും പറയാം പൊക്കള മുതൽ മുട്ട വരെ മറച്ചാലേ അവിടത്തെ മറഞ്ഞു. അതേ വാജിബുള്ളൂ. ഈ തല മറക്കാതെ തലയിൽ ഈ വക വിശ്വാസമാണെങ്കിൽ മറച്ചൊരു കാര്യമുണ്ട്. മറച്ചെടുക്കേണ്ടി വരും. ഒന്നും നടക്കാൻ പറ്റൂല. അതല്ല മുസ്ലിം വിഷയം. നിങ്ങൾ മദ്ഹ് എന്ന പേര് വേണ്ട. ഇബ്നു അബീ ശൈബയുടെ കിതാബിൽ ഈ പറയപ്പെട്ട കള്ളക്കഥ പ്രചരിപ്പിച്ചിട്ടുണ്ടോ? അത് കാണിച്ചോളി. ഇബ്നു അബീ ശൈബയുടെ കിതാബിലോ അല്ലാത്ത കിതാബിലോ അഹ്ലുസുന്ന അംഗീകരിക്കുന്ന ഏതെങ്കിലും ഇമാമിന്റെ കിതാബുകളിലോ നിങ്ങൾ ഈ പഠിപ്പിക്കുന്ന കള്ളക്കഥകൾ എവിടെയുള്ളത്? ഈ കള്ളക്കഥയ്ക്ക് മുഴുവൻ ആകെ അടിസ്ഥാനം എന്താ? അവിടെ ഒരാള് വന്ന് നബിയോട് ഇസ്തസ്കില്ലാഹുമ്മത്തിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എങ്ങനെ ഇത് ശരിയാകുക? ഈ നോണ എങ്ങനെ ശരിയാകുക? ഞങ്ങൾ വല്ലപ്പുഴ മുഖാമുഖത്തില് മങ്കൂസ് മോളിന് ഓതിയിട്ട് ഓരോന്നോട് പറഞ്ഞു. അതിലെ കളവുകൾ, കള്ളക്കഥകൾ, ശിർക്കുകൾ, അന്ധവിശ്വാസങ്ങൾ, അടിസ്ഥാനമില്ലായ്മകൾ ഓരോന്ന് എണ്ണി ഇങ്ങനെ പറഞ്ഞു പോയിട്ട് അലവി സഖാഫി എന്താ പറഞ്ഞത്? 3 മിനിറ്റിന് 33 നോണ പോയി. ഏതാ നോണ? മൂപ്പരും പറഞ്ഞില്ല. മൂപ്പര് പറഞ്ഞ നോണ ഏത്? 33 നോണ പറഞ്ഞു നോണ. അപ്പൊ യഥാർത്ഥത്തിൽ മുസ്ലിം ഉമ്മത്തിനോട് ശിർക്ക് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു. അത് മാലയിലൂടെ, മൗലിദിലൂടെ, റാത്തീബിലൂടെ, കുതുബിയത്തിലൂടെ, അതേപോലെ സമാനമായ പദ്യഗദ്യങ്ങളിലൂടെ ഈ ശിർക്കും ഖുറാഫത്തും സമൂഹത്തെ പഠിപ്പിക്കുന്നു. ഇവിടെ എണ്ണി പറഞ്ഞല്ലോ. വിഷയാവതത്തില് ഒന്നെങ്കിലും എടുത്തില്ല അത് ശരിയല്ല കേട്ടോ, അതിന് വിഷയം ഇതാണ്, അത് ഇന്ന കിതാബിലുണ്ട്, അത് ഇന്ന തെളിവുണ്ട് എന്ന് പറഞ്ഞില്ലല്ലോ. നമ്മളൊന്നും കാണാത്ത കിതാബുകൾ കണ്ടവരാണെങ്കിൽ അത് പറഞ്ഞോളി. ഈ പറഞ്ഞ കഥക്ക് ഇന്ന കിതാബിലുണ്ട്, സനദ് സ്വഹീഹാണ്, നബി ഞങ്ങൾ പഠിപ്പിച്ചതാണ്, സ്വഹാബികൾക്ക് പരിചയമാണ് എന്ന് പറഞ്ഞോളി. അതെന്തേ പറയാൻ പറ്റാത്തത്? അപ്പൊ ഈ കള്ളക്കഥകൾ സമൂഹത്തിൽ നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് ബദർമാലയിലുണ്ട്, അല്ലാത്ത മാലയിലുണ്ട്, മൗലീദിലുണ്ട്, റാത്തീബിലുണ്ട്, എല്ലാത്തിലുമുണ്ട്. നിങ്ങൾ അസ്ലാദാണ്. നിങ്ങൾ CM പറയുന്ന പേരിൽ സ്മരണകൾക്ക് ആ സ്മരണികയിൽ എഴുതി വെച്ചാൽ എന്താ? അള്ളാഹു കാണും പോലെ കാണും, അള്ളാഹു കേൾക്കും പോലെ കേൾക്കും, അള്ളാഹു പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കുന്ന ഈ അസലിനാണോ ഇസ്തസ്കി തെളിവ്? ഇതിനാണോ ഫദായിൽ ഉമർ തെളിവ്? അതാണോ ഇബ്നു അബീ ശൈബ പഠിപ്പിച്ചത്? അതാണോ ഇമാം നിങ്ങളുടെ കിതാബിൽ വന്നത്? ഈ പുസ്തകത്തിൽ പച്ചയായി എഴുതി വെച്ചതാ അള്ളാഹു കാണും പോലെ കാണും, അള്ളാഹു കേൾക്കും പോലെ കേൾക്കും, അള്ളാഹു പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കും മഹാന്മാർ എന്ന് എഴുതി വെച്ചിട്ട് കൊല്ലം എത്രയായി? ഏതാണ്ട് 10-30 കൊല്ലങ്ങളായി.
ഇന്ന് ഇവരൊരു വാക്കുകൊണ്ടെങ്കിലും അതിന് അബദ്ധമായിരുന്നു, അത് അധികമായി പോയി, അത് ശരിയല്ല എന്ന് പറഞ്ഞ ഒരു വാചകം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ ഇതൊക്കെ സ്ഥാപിക്കാൻ, ഇതൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി ഒരാള് ഖബറിൽ വന്ന് നബിയെ മഴക്കുപെടി തേടണേ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് എങ്ങനെ മുസ്ലിയാരെ ഇതൊക്കെ ന്യായമായി മാറുക? അതുകൊണ്ട് തന്നെ ഇത് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെ പറയാൻ ഇതേ വിഷയമാണ്. ഇവിടെ മാലമൂലിലാണ് വിഷയം. നിങ്ങളായിട്ട് കൊടുത്തിട്ട് നിൽക്കും. നിങ്ങൾക്ക് മാലമൂലി പറയാൻ കഴിയില്ല, ഞങ്ങൾക്കറിയാം. അത് തൊട്ടാ പൊള്ളു നിങ്ങൾക്കറിയാം. കാരണം നിങ്ങളെ പള്ളമുക്ക് അടി കിട്ടുക. അതുകൊണ്ട് അതിമുഖങ്ങൾ വർക്കലു തുണയിച്ചലോ അത് അതിന്റെ വഴിക്ക് പോയിക്കോളി, അത് ഇവിടെ വിഷയമല്ല. നേരെ മറിച്ച് മാലമൗലീദുകൾ ഞങ്ങൾ തീർത്തു പറയുന്നു ഇസ്ലാമികമല്ല. ഇതിൽ ശിർക്കുണ്ട്, ഇതിൽ കള്ളക്കഥയുണ്ട്, കെട്ടുകഥയുണ്ട്. റഹ്മാനായ റബ്ബിനെ പോലും മറികടക്കുന്ന തരത്തിലുള്ള ആശയങ്ങളെ മഹാന്മാരുടെ പേരിൽ വെച്ചുകെട്ടലുണ്ട്. അത് മദ്ഹല്ല. അതുകൊണ്ട് മദ്ഹ് എന്ന പേരിൽ ശിർക്കല്ല പ്രചരിപ്പിക്കുക. മദ്ഹുകൾ പറഞ്ഞോളി, മദ്ഹ് നമ്മളും പറയുന്നില്ലേ? ആർക്കാ തർക്കമുള്ളത്? ആർക്കെങ്കിലും പീസ് റേഡ് എടുത്തു നോക്കി. പീസ് റേഡിൽ എത്രയാ മദ്ഹ് വരുന്നത്? പീസ് റേഡിങ്ങൾക്ക് കേൾക്കലുണ്ടാവും, ഞങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്ന് അറിയാം. ആ പീസ് റേഡിയോയിൽ എത്രയാണ് മഹത്വങ്ങളെ പരിചയപ്പെടുത്തുന്നത്? റഹ്മാനായ റബ്ബിനെ കുറിച്ച്, പ്രവാചകനെ കുറിച്ച്, മറ്റു മഹാന്മാരെ കുറിച്ച്, അഹ്ലുസുന്നയുടെ നേതാക്കന്മാരെ കുറിച്ച് എന്തെല്ലാമാണ് അവിടെ പഠിപ്പിക്കുന്നത്. അപ്പൊ മദ്ഹിനല്ല ഇവിടെ പ്രശ്നം. മദ്ഹിനെ ആരും ആക്ഷേപിച്ചിട്ടില്ല, മദ്ഹിനാരും എതിരുമല്ല. അതേസമയം മദ്ഹിന്റെ മറവിൽ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നു. ഇവർക്കാർക്കും പരിചയമില്ലാത്തത് സ്വഹാബത്തിന്റെ പേരിൽ, താബിഈങ്ങളുടെ പേരിൽ, ഇമാമിങ്ങളുടെ പേരിൽ, മഹാന്മാരുടെ പേരിൽ കള്ളക്കഥകൾ എമ്പാടും പ്രചരിപ്പിക്കുന്നു. അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അവരോട് സഹായം എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് പോലും ഈ പുസ്തകത്തിൽ കണ്ടോ, കാന്തപുരം മുസ്ലിം അടക്കമുള്ള ആളുകൾ കൂടി പുറത്തിറക്കിയ പുസ്തകം. ഇത് എല്ലാവരും കൊമ്പന്മാർ ഇതിലുണ്ട്. സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങൾ ഉള്ള ആള്, അവിടുത്തെ കുഞ്ഞിശ്ശേരി കോയ തങ്ങൾ, എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർ, കാന്തപുരം മുസ്ലിയാർ, സയ്യിദ് യൂസുഫ് കോയ തങ്ങൾ, ബുഖാരി. ഇനി ആരാ വേണ്ടത്? ഇവരെല്ലാവരും ഒന്നിച്ചുകൂടി തയ്യാറാക്കിയ പുസ്തകം. ഇതിലാണ് പറഞ്ഞത് അല്ലാഹ് കാണും പോലെ കാണും, അള്ളാഹു കേൾക്കും പോലെ കേൾക്കും, അള്ളാഹു പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കും എന്ന് മഹാന്മാരെ കുറിച്ച് രേഖപ്പെടുത്തിയ ഈ പുസ്തകത്തിലാ. ഇത് തുടക്കത്തിലോ തവസ്സുൽ ബി ശൈഖ് സിഎം വലിയുള്ള എന്ന് പറഞ്ഞ് കുറെ വരികളും കൊടുക്കുന്നുണ്ട്. അതിലും എന്താ, അതിലും ശൈഖിനോടാണ് എല്ലാം പറയുന്നത്. ശൈഖിനെ കുറിച്ച് വിളിച്ചുകൊണ്ട് എല്ലാ ആഫത്തും ബുദ്ധിമുട്ടും ഒഴിവാക്കാൻ വേണ്ടി പറയുന്നു. അല്ലയോ സി എം വലി, താങ്കൾ തേടി വന്നൊരാള് നഷ്ടപ്പെട്ടു പോകലില്ല. അതുകൊണ്ട് നിങ്ങളേക്കാൾ ഞങ്ങൾ വന്നിരിക്കുന്നത് അല്ലയോ സി എം എ, താങ്കൾ എത്ര രോഗികൾക്കാ ശിഫ നൽകിയത്? മരുന്ന് കൊണ്ടല്ലോ, മരുന്ന് കൊണ്ടല്ലോ, ചികിത്സ കൊണ്ടല്ലോ, ഒറ്റ വാക്ക് കൊണ്ട് എത്ര ആളുകൾക്കാ താങ്കൾ ശിഫ നൽകിയത്? തുടങ്ങിയ മദ്ഹ് എന്ന് പറയാൻ പറ്റാത്ത അങ്ങേയറ്റം അല്ലാഹുവിന്റെ സ്ഥാനം പോലും വകവെച്ചു കൊടുക്കുന്ന ആശയങ്ങൾ ഇവിടെ ശൈഖിന്റെ പേരിൽ പഠിപ്പിച്ചു കൊടുക്കുന്നു. മാത്രമല്ല മുഹീദ്ദീൻ ശൈഖിന്റെ പേരിൽ നിങ്ങൾ പഠിപ്പിക്കുന്നത് എന്താ? ശൈഖിനെ പരിചയപ്പെട്ട എന്താ പറഞ്ഞത്? ഇദാ വഖഅലക മുഹിമ്മുൻ വഅറത യദ്ഫഉല്ലാഹു അൻക ഫസല്ലി റക്അതൈനി. വല്ല ബുദ്ധിമുട്ട് കഷ്ടപ്പാടും വന്നാൽ അത് ഒഴിവായി കിട്ടാൻ ചെയ്യേണ്ട പണി എന്താ? 2 റക്അത്ത് നിസ്കരിക്കുക. ബഅദ സ്വലാത്തിൽ ഇശാ, ഇശാ നിസ്കാരത്തിന് ശേഷം, ഔ ഫീ വഖ്തി സഹർ, അല്ലെങ്കിൽ അത്താഴ സമയത്ത്, എന്നിവ തഖറഊനി പാരായണം ചെയ്യാൻ ഫീ കുല്ലി റക്അത്തിൻ ബഅദൽ ഫാത്തിഹത്തിൽ ഇഖ്ലാസ് 11 മറ. ഫാത്തിഹയ്ക്ക് ശേഷം എല്ലാ റക്അത്തിലും 11 വട്ടം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യണം. എന്നിട്ട് സലാം ചൊല്ലണം, അല്ലാഹുവിന് സുജൂദ് ചെയ്യണം. വതസ്ജുദു ലില്ലാഹി തആല ബഅദ സലാമി, അല്ലാഹുവിന് സുജൂദ് ചെയ്യണം. വതസ്അലു ഹാജതക, നിന്റെ ആവശ്യങ്ങളെ ചോദിക്കണം. ثم ترفع رأسك, തല ഉയർത്തുക. നബിക്ക് സ്വലാത്ത് ചൊല്ലുക 11 പ്രാവശ്യം. ثم تقوم, പിന്നീട് എഴുന്നേൽക്കണം. വതഖ്തു 11 ഖത്വ, 11 അടി വെക്കണം മുന്നോട്ട്. എങ്ങോട്ട്? ജിഹത്തുൽ ഇറാഖി, ഇറാഖിന്റെ ഭാഗത്തേക്ക് 11 അടി വെക്കണം. ഇലാ യമീനി ഖിബ്ലത്തി, ഖിബ്ലയുടെ വലതുഭാഗത്തായി ഇറാഖിന്റെ ഭാഗത്തേക്ക് 11 അടി നിങ്ങൾ വെക്കണം. എന്നിട്ട് നീ പറയണം, ഫിൽ ഊലാ, ഒന്നാമത്തെ അടി വെക്കുമ്പോൾ ഇതാണോ മദ്ഹ്? ഇതാണോ മദ്ഹ്? ഇതിനാണോ ഇസ്തിസ്ഖാ തെളിവ്? ഇതിനാണോ നിങ്ങൾക്ക് ഇബ്നു അബീ ശൈബ തെളിവ്? ഇതിനാണോ ഇബ്നു കസീർ തെളിവ്? അഹ്ലുസുന്നയുടെ ഒരൊറ്റ ഇമാമിനെ, നിങ്ങളെ ഈ കള്ളത്തരത്തിന്, ഈ തോന്നിയാസത്തിന് അഹ്ലുസുന്നയുടെ ഒരു ഇമാമിനെ പോലും പിൻബലം വെക്കില്ല. പിന്നല്ലേ ബാക്കി ഒരൊറ്റ ഇമാമിനെ.
ഒരു ഇമാമിന്റെ പേര് ഞങ്ങൾ പറഞ്ഞ വിശ്വാസം ഇന്ന ഇമാം പഠിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരൊറ്റ ഒന്ന് മിസ്ബാഹി എന്നല്ല അതിന് അപ്പുറത്ത് സിറാജ് വന്നാലും ശരി കാണിക്കാൻ കഴിയില്ല. ആ ആണത്തിനെ കാണുമൊക്കെ അതിലെ പെയ്യ ഒച്ചപ്പെടുമ്പോഴൊക്കെ ആ ആണത്ത് ഇങ്ങൊക്കെയുള്ളൂ, ഞങ്ങൾക്കില്ല. അപ്പൊ ഇതിന് ഒന്നാമത്തെ അടി മുന്നോട്ടൊക്കെ പറയണമെന്ന് യാ ശൈഖ് മുഹിയുദ്ദീൻ എന്ന് പറഞ്ഞ് ഒരടി മുന്നോട്ട് വെക്കുക. ഒഫീസാലിയ രണ്ടാമത്തെ അടിയോ യാ സയ്യിദ് മുഹിയുദ്ദീൻ, മൂന്നാമത്തതിൽ യാ മൗലാന മുഹിയുദ്ദീൻ, നാലാമത്തെ യാ മഖ്ദൂമ മുഹിയുദ്ദീൻ, വഫിൽ ഖാമിസ യാ ദർവീശ് മുഹിയുദ്ദീൻ, ആറാമത്തതിൽ യാ ഖോജ മുഹിയുദ്ദീൻ, ഏഴാമത്തെ യാ സുൽത്താൻ മുഹിയുദ്ദീൻ, എട്ട് യാ ഷാ മുഹിയുദ്ദീൻ, 9 യാ ഗൗസ് മുഹിയുദ്ദീൻ, 10 യാ ഖുത്ബ് മുഹിയുദ്ദീൻ, 11 യാ സയ്യിദ് സാദാത്ത് അബ്ദുൽ ഖാദിർ മുഹിയുദ്ദീൻ എന്ന് പറയണം. എന്നിട്ട് സുമ്മത്തഖൂൽ യാ ഉബൈദല്ലാഹ് അഗിസ്നി, അല്ലാഹുവിന്റെ അടിമയായവരെ ശൈഖേ താങ്കൾ എന്നെ സഹായിക്കണേ എന്ന് പറയാ. ശൈഖ് സഖലൈനി അഗിസ്നി വംദുനി ഫീ ഖദാഇ ഹവായിജി, ജിന്നുകളുടെയും ഇൻസുകളുടെയും നേതാവായവരെ എന്നെ സഹായിക്കണേ. ഇതാണോ മദ്ഹ്? ഇതാണോ മദ്ഹ്? ഇതിനാണോ ഇസ്തിസ്ഖി തെളിവ്? ഇതിനാണോ ഇബ്നു അബീ ശൈബ തെളിവ്? ഇതിനാണോ ഇമാമിയങ്ങൾ തെളിവ്? ഞങ്ങൾ തീർത്തു പറയുന്നു, അല്ലാഹുവിന്റെ കിതാബിൽ ഒരായത്ത് പോലും നിങ്ങൾ ഇപ്പോൾ ശിർക്ക് തെളിവായിട്ടില്ല. നബി തങ്ങളുടെ ഹദീസുകളിൽ ഒരു ഹദീസ് പോലും തെളിവായിട്ടില്ല. അഹ്ലുസുന്ന ഇമാമിയങ്ങളിൽ ഒരു ഇമാമെങ്കിലും നിങ്ങൾ പഠിപ്പിക്കുന്ന ആശയം പഠിപ്പിച്ചിട്ടില്ല. പകരം ഏതെങ്കിലും കിതാബിൽ നിന്ന് ഏതെങ്കിലും കഥയെ സന്ദർഭത്തെ അടർത്തിയെടുത്ത് കൊണ്ടുവന്ന് അത് ഞങ്ങൾക്ക് തെളിവാണ് നിങ്ങൾക്കാണ് തോന്നി, അതിനപ്പുറത്ത് വേറൊന്നുമില്ല. അതുകൊണ്ട് മുസ്ലിം ദയവ് ചെയ്ത് മാലമൗലിദ് വിഷയത്തേക്ക് വരി, അത് നിങ്ങൾ ചോദിക്കുക. അത് ചോദിക്കാൻ കഴിയില്ല, ഞങ്ങൾക്കറിയാം, കാരണം ചോദിച്ചാൽ പള്ളക്കടിയാണ്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ മാലമൗലിദ് ഞങ്ങൾ തീർത്തു വന്നല്ലോ ഇതിലുള്ള കള്ളക്കഥകൾ, അത് കള്ളക്കഥ അല്ലാന്ന് സ്ഥാപിക്കുക, അത് ശിർക്കല്ലാന്ന് സ്ഥാപിക്കുക, അത് പ്രമാണമുണ്ട് സ്ഥാപിക്കുക. അല്ലാതെ അന്നൊരാൾ ഖബറിൽ പോയി ഇസ്തിസ്ഖി പറഞ്ഞില്ലേ, അത് മതി നിങ്ങൾക്ക് ഇതൊക്കെ സ്ഥാപിക്കാൻ? സഹോദരങ്ങളെ, ഇത് ന്യായമല്ല, ഇത് ശരിയല്ല. പിന്നെ അവസാനം നിവൃത്തില്ലെങ്കിൽ ഇതാ പണി മൂലന്മാർ ഒറിജിനൽ സ്വഭാവം, നാട്ടിൽ ചൂട് നിന്ന് ഒച്ചന്മാർ ഉണ്ടാക്കുക. ഇത് മൂലന്മാർക്ക് മാത്രമേ ശീലമുള്ളൂ, നാട്ടിലേക്ക് അത് പരിചയമില്ല. നിങ്ങളെ വിശ്വസിക്കുന്ന, നിങ്ങളെ ബഹുമാനിക്കുന്ന കുറെ മനുഷ്യന്മാർ പുറത്തുണ്ട്, മനസ്സിലായിക്കോളി. നിങ്ങൾ ദീനുണ്ട് വിചാരിക്കുന്ന, നിങ്ങളൊക്കെ ബഹുമാനിക്കണമെന്ന് ചിന്തിക്കുന്ന കുറെ സാധാരണക്കാരെ കാണുന്നുണ്ട്. അവർക്ക് തോന്നുന്നു പഠിച്ചു എന്തൊക്കെയാണ് നമ്മൾ ഉസ്താദുമാര്, ഇവർക്കാണ് തിന്നാൻ കൊടുക്കുന്നത് എന്ന് അവർക്ക് തോന്നി നാളെ പട്ടിണിയായാൽ ഞങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ മുസ്ലിയാക്കന്മാരെ ആ രീതി ശരിയല്ല. മാന്യമായി ഇരിക്കുക, മാന്യമായി ചോദിക്കാം, വിഷയങ്ങൾ പറയാം. അല്ലാതെ ഒച്ചപ്പാടും നായാട്ടമായിട്ട് അത് പണ്ട് കൊട്ടപ്പുറം തുടങ്ങിയതാണല്ലോ, അതിന്റെ ബാക്കിയല്ലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അതിന് വലിയ കാര്യമൊന്നുമില്ല. അള്ളാഹു ഏറ്റവും ഹൈറായ വഴിയിൽ നമ്മെ എല്ലാം ജീവിക്കാൻ, ഈമാനോട് തഖ്വയോടെ ജീവിക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. ആ ബഹളം ഉണ്ടാക്കുന്ന മുസ്ലിം അവിടെ ഇരുന്നാൽ മതി, എല്ലാ പ്രശ്നവും തരും. ആ 2 മുസ്ലിംമാര് അവിടെ ഇരിക്കുക. ഈ വിഷയ സംബന്ധമായി മിസ്ബാഹിക്ക് ചോദിക്കാണെങ്കിൽ ചോദിക്കാം. പിന്നെ ഇവിടെ എന്നെ ഒരാൾ ഭീഷണിപ്പെടുത്തി ഞാൻ ഇവിടുന്ന് പോകൂലാണ്. ചങ്ങായി, ഇതാണോ മുഖാമുഖം? ഞാൻ ഇവിടുന്ന് പോകൂലാണ്. നിങ്ങൾ ചോദ്യം ചോദിക്കും. ഇത്രയും സമയം ഇവിടെ വിഷയാധിഷ്ഠിത ഇങ്ങനെ ഇളക്കി വിട്ടാലൊന്നും ഈ സദസ്സ് ഇളകൂല മിസ്ബാഹി. നിങ്ങൾ 3, 4, 5 ആളുകൾ വന്നിട്ട് ഇവിടെ ഇളക്കി വിട്ടാൽ ഇളകുന്ന സദസ്സല്ല. ഈ നാട്ടുകാർക്കറിയാം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന ശൈലിയെ ഒരുപാട് കാലമായി അറിയുന്ന നാട്ടുകാരാണ് തോട്ടശ്ശേരി അറയിലുള്ളത്. അതുകൊണ്ട് നിങ്ങൾ പയ്യന്നൂരിൽ നിന്ന് വന്ന് ഇളക്കി വിടാൻ വേണ്ടി ശ്രമിച്ചത് കൊണ്ടൊന്നും മിസ്ബാഹി സദസ്സ് ഇളകില്ല. ഇവിടെ ബഹളം വെക്കാൻ വേണ്ടി ബോധപൂർവം വന്നിട്ടുള്ള മുസ്ലിയാക്കന്മാര് വെറുതെ ഇരുന്നാൽ മതി. പ്രിയപ്പെട്ട എന്റെ മുജാഹിദ് പ്രവർത്തകർ, വളരെ ശാന്തമായിരിക്കുക. 2, 3, 4 മുസ്ലിയാക്കന്മാര് മാത്രമാണ് ദുരുദ്ദേശപൂർവം വന്നിട്ടുള്ളത്. അവര് ഒരിക്കലും തന്നെ വിഷയാധിഷ്ഠിതമായി ചോദിക്കില്ല എന്ന ശാഠ്യത്തോടു കൂടിയാണ് വന്നിട്ടുള്ളത് എന്നാണ് അവർക്ക് കൊടുത്തിട്ടുള്ള അവസരങ്ങൾ അവർ ദുരുപയോഗപ്പെടുത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സഹോദരൻ സിദ്ദീഖ് മിസ്ബാഹിക്ക് വിഷയാധിഷ്ഠിതമായി ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അതിനൊരു അവസരം കൂടി തരികയാണ്. ഇവിടെ ഞാൻ വളരെ മാന്യമായിട്ടല്ലേ ചോദിച്ചോളൂ, നിങ്ങൾ ഇനിയും ചോദിക്കാം. ചോദിച്ച ചോദ്യം എന്താ? വിഷയാധിഷ്ഠിതം തന്നെയാണ്. അത് നിങ്ങൾക്ക് മൗലിദ് വിഷയം ഇവിടെ പറഞ്ഞ വിഷയം എന്താണ്? അല്ലാഹ് അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു അല്ലെ? ഖബറിങ്കൽ പോയി, ഒരു മഹാന്റെ ഖബറിങ്കൽ പോയി. ഇവിടെ ഞാൻ പറഞ്ഞ സംഭവം എന്താ? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിങ്കൽ പോയി, യാ റസൂലല്ലാഹ് ഇസ്തസ്ഖി ലി ഉമ്മതിക ഫഇന്നഹും ഖദ് ഹലകൂ എന്ന സംഭവം
നിങ്ങളെ മാല മൗലീദ് വിഷയത്തിൽ ഞങ്ങൾക്കെതിരെ ആരോപിക്കണ ശിർക്കും അത് തന്നെയാണ്. അല്ലാഹു വിഷയാവതരണത്തിൽ പറഞ്ഞത്. വിഷയാവതരണം 1.5 മണിക്കൂർ ഇവിടെ സംസാരിച്ചു. അതിൽ ധാരാളം മാലയും മൗലീദും ഉദ്ധരിച്ചുകൊണ്ട് അതിലുള്ള ബിദ്അത്തും ശിർക്കൻ വരികളും വളരെ കൃത്യമായി ഞങ്ങൾ ഇവിടെ സമർത്ഥിക്കുകയുണ്ടായി. അതിനുശേഷം നിങ്ങൾ ഈ ചോദിച്ച ചോദ്യം ആവർത്തിച്ച് അതിന്റെ വിശദീകരണവും നൽകി. വിഷയാധിഷ്ഠിതമായി വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾ ഈ പരിപാടി കൃത്യമായി നടക്കാതിരിക്കുവാൻ എന്തുമുള്ള നിങ്ങളുടെ ഒരു രീതിയാണ്. കാളിയാലയിൽ വന്ന് 2 പ്രാവശ്യം ഇതേ ചോദ്യത്തിന് കൃത്യമായി ഞങ്ങൾ മറുപടി പറഞ്ഞതാണ്. ഏത് പരിപാടിക്കും ഏതെങ്കിലും ഒരു പരിപാടിയിലെ ഒരു ചോദ്യം ഉന്നയിച്ചിട്ട് ഈ പരിപാടിയുടെ അന്തസ്സത്തെ കളഞ്ഞു കുളിക്കുന്ന രൂപത്തിൽ സമയം വ്യർത്ഥമായി ചെലവഴിക്കുവാൻ അനുവദിക്കാവതല്ല. നിങ്ങൾക്ക് വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിക്കാനെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ അടുത്ത ആൾക്ക് നമ്മൾ മൈക്ക് കൈമാറും. എന്താ ഇബ്നു അബീ ശൈബയിലുള്ള ബാബിന്റെ പേരാണ് എന്ത്? ഫളുൽ എന്ന് പറഞ്ഞ ശ്രേഷ്ഠത. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളുടെ ഉസ്താദുമാര് പൂർവ്വസൂരികളായ അയിമ്മത്തുകൾ എഴുതി വെച്ച മാലകളൊക്കെ നിങ്ങൾ പറഞ്ഞു കള്ളക്കഥകളാണെന്ന് പറഞ്ഞ് തള്ളുമ്പോ ഇവിടെ ബഹുമാനപ്പെട്ട ഇബ്നു അബീ ശൈബ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് തങ്ങളുടെ ഫളായിൽ പറഞ്ഞ വിഷയം നിങ്ങൾക്ക് തൊടാൻ പറ്റണില്ല. എന്താ പറയാത്തത്? അതന്നല്ലേ മദ്ഹ്? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഫളായിൽ പറയൽ ശിർക്ക് പ്രചരിപ്പിച്ചിട്ടാണോ? അതോടൊപ്പം ഇവിടെ തലമുറക്ക് സുന്നത്തില്ല എന്ന് വാഴക്കാട് വെച്ച് പ്രസംഗിച്ച ഫൈസൽ മൗലവി നിങ്ങൾ അൽമനാർ 1950 സുന്നത്താണ് എന്ന് എഴുതി വെച്ചു. അന്ന് സുന്നത്തായ കാര്യം ഇന്നെങ്ങനെ വിദഗ്ധത്തായി പറഞ്ഞു കൊടുക്കും മറുപടി. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉമ്മ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ മുകളിൽ കെട്ടി ഉയർത്തിയ സ്വഹാബി ബദ്യം ചെയ്തത് ഇസ്ലാമികമോ അനിസ്ലാമികമോ പറയണം മറുപടി. ഇത് വ്യക്തമായ മറുപടി നിങ്ങൾ മുഖാമുഖത്തിൽ ഇന്നലെ ചോദിക്കണത് അല്ലെ? ഞങ്ങൾ മറ്റൊരു നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ ഇവിടെ നാടായ നാടൊക്കെ മുഖാമുഖം നടത്തി അതിൽ ഞങ്ങൾക്കുണ്ടായ സംശയങ്ങൾ ഇവിടെ തീർത്തു തരണം. ഒരു സാധുവല്ലേ ചോദിച്ചത് തലമുറക്കൽ സുന്നത്തില്ലാന്ന് നിങ്ങൾ പറഞ്ഞല്ലേ? അൽമനാറിന്റെ കയ്യില് പറയാത്തത്? ശരി, എന്താ സാധു ഈ കാലത്ത് സാധുവാണ്. ബാക്കി എന്തേക്ക് അവസ്ഥ പോ? അപ്പൊ അൽഹംദുലില്ലാഹ് നമ്മുടെ നാടിനെ മുഖാമുഖത്തിനെ കുറിച്ച് പ്രയാസമുണ്ട് ഞങ്ങൾക്കറിയാം. അത് നിർവഹണ പഠിച്ച തൗഫീഖുണ്ട് ഇൻഷാ അല്ലാഹ്. 27 നിശ്ചയിച്ചിട്ടുണ്ട് വയനാട് മുട്ടില്, 15-ാം തീയതി ഉണ്ട് പെരുമ്പാവൂരും ഒക്കെ ഇൻഷാ അല്ലാഹ് മുഖാമുഖം തരാം. അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ യഥാർത്ഥത്തില് ഈ മുഖാമുഖം കൊണ്ട് മനസ്സിലാവാനൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും. കുറച്ച് മൂല്യമായി ഞാൻ ഒരിക്കൽ മനസ്സിലാവൂല. ഉറങ്ങുന്നവരെ ഉണരുള്ളൂ, ഉറക്കം നടക്കുന്ന ഉണരുള്ളൂ. ആ ഉണർന്നാൽ കഴിഞ്ഞില്ലേ? അതുകൊണ്ട് തന്നെ സിദ്ദീഖ് മിസ്ബാഹിയെയും ഞങ്ങൾ എഴുതി തന്നില്ല. ഇൻഷാ അല്ലാഹ് പ്രതീക്ഷ ഉണ്ട്. നിങ്ങളൊക്കെ ശരിയായുണ്ടെന്ന് 1% വിശ്വസിച്ചിട്ടാണെങ്കിൽ ഒരു പക്ഷേ അല്ലാന്ന് ബോധ്യപ്പെടുമ്പോ തിരിഞ്ഞുകൂടായില്ല. അതല്ല എങ്ങനെങ്കിലും തട്ടിപ്പ് നടത്തി ഈ ശിർക്കും ഖുറാഫാത്തിലും സമൂഹത്തെ പിടിച്ചു നിർത്താനാണ് ശ്രമമെങ്കിൽ പിന്നെ നിർവാഹമില്ല. ഏതായാലും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. മാലകൾ നിങ്ങൾ പറഞ്ഞ ഫദ്ലേ അല്ല. ഇവിടെ ഫദ്ലേ അല്ല. ഉമർ ഖത്താബിന്റെ ഫദ്ല് പറഞ്ഞ അധ്യായം അത് എന്റെ ഇസ്തിഹാസയാണോ ബാബെടുത്തത്? തവസ്സുലാണോ ബാബെടുത്തത്? ഉമർ ഖത്താബ് എന്തേ ചെയ്തു? ഉമർ ഖത്താബ് ഖബറിനെ പോയോ? ഉമർ ഖത്താബ് ഖബറിനെ പോയി തേടിയോ? അതല്ലേ പറയേണ്ടത്? അങ്ങനെയല്ലല്ലോ. എന്നാ ഉമർ ഖത്താബ് ഖബറിനെ പോയിട്ട് നബിയെ ഞങ്ങൾ തേടുന്നു എന്ന് പറഞ്ഞ വിഷയമുണ്ടോ? ഞങ്ങളത് പറഞ്ഞോളി. അതല്ലേ അപ്പൊ മദ്ഹ്? അതൊന്നുമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ വിഷയമേ അവിടെ ഇല്ല. നിങ്ങൾ പറഞ്ഞ ഇസ്തിഹാസ്, നിങ്ങൾ പറഞ്ഞ തവസ്സുൽ, നിങ്ങൾ പറഞ്ഞ വിശ്വാസവും ഒന്നും ആ ഇബ്നു അബീ ശൈബയുടെ കിതാബിലില്ല, ഒരു കിതാബില്ല. അത് സംഭവം തന്നെ വേറെ. നിങ്ങൾ പുതിയ വിശ്വാസം ഷിയാക്കളുടെ കടമെടുത്തിട്ട് സൂഫിസത്തോടെ കൊണ്ടുവന്നിട്ട് അതിവിടെ പ്രചരിപ്പിക്കുമ്പോ അതിനെങ്ങനെ കൂട്ടുക? അഹ്ലുസുന്നയുടെ ഇമാമിയങ്ങളെ പിൻബലണ്ടാവാം. അതാ ഞാൻ പറയും, നിങ്ങൾ കൊണ്ടുവെക്കുന്ന വിശ്വാസം അഹ്ലുസുന്നയിൽ ഒരു ഇമാമിനും പരിചയമില്ല, ഒരൊറ്റ ഇമാമിനും പരിചയമില്ല. നിങ്ങൾ കൊണ്ടെടുക്കുന്ന വിശ്വാസം, ആ വിശ്വാസത്തിൽ തേടാനോ തേടിയ കുഴപ്പമില്ലാന്നോ ശിർക്കല്ലാന്നോ ഇലാഹാന്ന് വിശ്വസിച്ചാലേ ശിർക്കാവുള്ളൂന്നോ സ്വയം കഴിവ് വിശ്വസിച്ചാലേ ശിർക്കാവുള്ളൂന്നോ സമനിയത്ത് കൽപ്പിച്ചാലേ ശിർക്കാവുള്ളൂന്നോ അതൊന്നും ലോകത്ത് അഹ്ലുസുന്നയുടെ ഇമാമിയങ്ങളിൽ ഒരു ഇമാമും പഠിപ്പിക്കാത്ത ഷിയാക്കൾക്കേ പരിചയമുള്ളൂ. ആ ഷിയാക്കളിൽ നിന്ന് സൂഫി ഏറ്റെടുത്തു ത്വരീഖത്തുകാര്, അതിന് സമസ്തക്കാരെ ഏറ്റെടുത്തു. അതല്ലേ പ്രചരിപ്പിക്കുന്നത്? ഇതിന് ഇമാമികളെ പേരിങ്ങനെ പറഞ്ഞു ഒരു കാര്യം, ഇമാമായ ഒരു ഇമാമിന്റെയും പിൻബലമില്ല. ഷിയാ ഇമാമികളെ പിൻബലം ഉണ്ടാവും. അത് ശരിയാ, അതിനപ്പുറത്ത് വേറെ ഉണ്ടാവില്ല. ഇവിടെ ഞാൻ പറഞ്ഞു ഇവിടെ ഫദ്ല് മദ്ഹ് എന്ന് പറഞ്ഞിട്ട് എന്താ നിങ്ങൾ പ്രചരിപ്പിക്കുന്ന? മദ്ഹല്ലല്ലോ. മദ്ഹിന്റെ മറവിൽ കള്ളക്കഥകൾ, കെട്ടുകഥകൾ ഇവിടെ വായിച്ചില്ലേ? മൗത്തായ ഖാദിമിനെ റൂഹ് പോലും മലക്കിന്റെ കയ്യിൽ നിന്ന് കൊട്ട തട്ടി കൊണ്ടുവന്ന ശൈഖിനെ പരിചയപ്പെടുത്തുന്നു. ഇതിന് ഏത് മദ്ഹ് എന്നാ പറയാ? ഇത് മദ്ഹാണോ? ഇവിടെ ഉമരി വളരെ വിശ്രമത്തിൽ വലിയൊരു ഖാദിം മൗത്തായ സംഖ്യയിടം
അവരെ സൗജത്ത് വന്നതിനെ വിണ്ടാരെ എന്ന് പറഞ്ഞ് വിശദമായി ഇവിടെ ഉമരിനകത്ത് വായിച്ചു കേൾപ്പിച്ചു. എന്തെങ്കിലും ഉണ്ടാത്തത്, എന്തിനു പറയാത്തത്, എവിടെയുള്ളത്, ആരാണ് പഠിപ്പിച്ചത്? ഇസ്ലാമിലെ വിശ്വാസമാണോ അത്? എന്നാൽ അതിനൊക്കെ തെളിവെന്താ? അന്നൊരാൾ ഇസ്തിസ്ഖാ ഉമ്മത്തിക്കാന്ന് പറഞ്ഞു. ആരെ പറഞ്ഞു? അതാർക്കും അറിയില്ല. എന്നാൽ അതെങ്കിലും വേണ്ട, പറഞ്ഞത് ആരാതും അറിയില്ല. ഒരാള് വന്ന് നബിയെ മഴയ്ക്ക് വിടുത്തേടനെ പറഞ്ഞിട്ടുണ്ട്. ആരായി പറഞ്ഞ ആള് അതറിയില്ല. പിന്നെ എന്ത് കാര്യമുണ്ട് മിസ്ബ? ഈ ഇസ്ലാം ദീൻ പൊളിക്കാൻ വേണ്ടി എന്തിനാ നിങ്ങൾ ഇറങ്ങണത്? അള്ളാഹും റസൂലും പഠിപ്പിച്ച തൗഹീദിന്റെ ആശയം, സുന്നത്തിന്റെ ആശയം, ലോകത്ത് വന്ന അമ്പിയാക്കൾ മുഴുവൻ പഠിപ്പിച്ച തൗഹീദിന്റെ ആശയം, അത് പൊളിച്ചടക്കാൻ എന്തിനാ കച്ചകെട്ടി കണ്ണൂർ ജില്ലയിൽ നിന്നും കാസർഗോട്ട് നോക്കി ഇങ്ങനെ ഇങ്ങോട്ട് വണ്ടി കയറുന്നത്? വല്ല കാര്യമുണ്ട്? നേരെ മറിച്ച് ഇതൊക്കെ ദീനാണോ? ഞങ്ങൾ അത് പറഞ്ഞു കൊടുക്കി. ഇതൊക്കെ ശരിയാ. നമ്മൾ പറഞ്ഞല്ലോ, ബദരീങ്ങളെ പേരിൽ, ഉഹദീങ്ങളെ പേരിൽ, ഖന്തഖീങ്ങളെ പേരിൽ, അതേപോലെ മറ്റു സ്വഹാബത്തിന്റെ പേരിൽ ഏതെല്ലാം കഥകൾ. എന്തിനും ഏതിനും ബദരീങ്ങളെ പേര് ചൊല്ലിയാൽ മതി എന്ന് പഠിപ്പിച്ച ആശയങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഉണ്ണും മോചീനം മുതലും ചുരുങ്ങാതെ ഉണ്മ ബദരീങ്ങൾ കവലിരകള. പഠിച്ചോനെ, ഉണ്ണ്, ഒജീനം, മുതല് ഇതൊക്കെ ചുരുങ്ങാതെ നിലന്ന് പോകണം. അതിന് ബദരീങ്ങളെ കാവല് വേണമെന്ന. ഒജീനം മുട്ടരുത്, അന്നം മുട്ടരുത്, ഉണ്ണിനും ഒജീനത്തിനും പ്രയാസം വരരുത്, അതിൽ ബദരീങ്ങളെ കാവല് വേണം എന്ന് തേടുന്നിടത്തല്ലേ ഈ മാലപ്പാട്ടുള്ളത്. മുഹീദ്ദീൻ മാല കഴിഞ്ഞ മുനാജാത്തി എന്ന ഭാഗമുണ്ട്. ഇരവ് എന്ന ചില കിതാബ് കാണുക. അവിടെ എന്താ പറഞ്ഞത്? ഈ ദുനിയാവിൽ ജീവിക്കുന്ന കാലമത്രയും ശൈഖിന്റെ കാവൽ നൽകണേന. അതിന് എന്ത് ഇസ്തിസ്ഖാ തെളിവാവുക? ഏത് ഇസ്തിസ്ഖാ തെളിവാവുക? അതിന് മുഹീദ്ദീൻ ശൈഖിന്റെ കാവല ചോദിക്കുന്ന എവിടെ? ദുനിയാവിൽ ജീവിക്കുന്ന കാലമത്രയും മുത്താലിഫാടെ ചരദൂനിയാവിൽ നിൽക്കുന്നാൾ മുഫരി മുഹിയുദ്ദീൻ കവലിരകള. കാലം അസ്റായിൽ മൗത്ത് വാങ്ങുന്നാളിൽ കരുത്തർ മുഹിയുദ്ദീൻ കവലിരകള. പഠിച്ചോനെ, ദുനിയാവിൽ ജീവിക്കുന്ന കാലമത്രയും ശൈഖിന്റെ കാവല് നീ നൽകണേ അല്ലാഹ്. മലക്കുൽ മൗത്ത് റൂഹിനെ പിടിക്കുമ്പോൾ പഠിച്ചോനെ ശൈഖിന്റെ കാവൽ നൽകണേ. എന്ത് മദ്ഹ ഇത്? ഏതാരാ പഠിപ്പിച്ചത്? ഏത് കിതാബിലാ ഉള്ളത്? ഉമർ ഖത്താബ് പറഞ്ഞു, ഇതിനുണ്ടോ കിതാബില്? ഇതിനുണ്ടോ പ്രമാണം? ഇല്ലല്ലോ. ഈ കള്ളക്കഥ ഒക്കെ ചെലവാക്കാൻ എന്താ ഈ ഒറ്റ സംഗതി? കഴിഞ്ഞില്ല. ഓരോ സമയത്തും പഠിച്ചോനെ, ഖബറിൽ പോയി കിടക്കുമ്പോ പേര് കേട്ട മുഹീദ്ദീൻ ശൈഖിനെ കാവല് നീ നൽകണേ അല്ലാഹ്. സഹോദരൻ, എത്ര ഗൗരവമാണെന്നൊക്കെ. ഖബറിൽ പോയി കിടക്കുമ്പോ പഠിച്ചോനെ ശൈഖിന്റെ കാവൽ നൽകണേ എന്ന് പറയാന്ന് പറഞ്ഞാൽ ഏത് ദീനാ കൂട്ടരതൊക്കെ? സൂറവിളി കേട്ടിട്ടൊക്കെ ഫുറഫട്ടാൽ സുൽത്താൻ മുഹിയുദ്ദീൻ കവലിരകള. സൂറിന് വിളി കേട്ട് എല്ലാവരും മഹ്ശറിക്ക് അങ്ങനെ പുറപ്പെടുമ്പോ മുഹീദ്ദീൻ ശൈഖിന്റെ കാവൽ ഞങ്ങൾക്ക് നൽകണേന്ന്. ചുടരും തറമ്മൽ ഞാൻ നിൽക്കുന്നാളതില് ചൊക്കർ മുഹിയുദ്ദീൻ കവലിരകള. മഹ്ശറ വൻസഭയിൽ ചെന്ന് അവിടെ നിൽക്കുന്ന ആ സമയത്ത് പഠിച്ചോനെ ശൈഖിന്റെ കാവൽ നീ നൽകണേ. തൂക്കം പീഡിച്ച് കണക്കെല്ലാം നോക്കുന്നാൽ തലവർ മുഹിയുദ്ദീൻ കവലിരകള. നന്മയും തിന്മയും തൂക്കിക്കണക്കാക്കുന്ന സമയത്ത് നേതാവായ മുഹീദ്ദീൻ ശൈഖിന്റെ കാവല് പഠിച്ചോനെ നീ നൽകണേ. അരിഫത്തിൽ ഇട്ട സിറാത്ത് കടക്കുന്നാൽ അരിമ മുഹിയുദ്ദീൻ കവലിരകള. സിറാത്ത് പാലം കടക്കുമ്പോ മുഹീദ്ദീൻ ശൈഖിന്റെ കാവൽ നൽകണേ. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. സഹോദരന്മാരെ, ഇതാണോ ദീന്? ഇത് ഏതു മതം? ഇങ്ങനെ ഒരുപാട് കള്ളക്കഥകൾ കഴിഞ്ഞില്ല. മറടിയായുള്ള സിറിക്കൊരു കുട്ടിയെ മന്നാനെ നൽകിനെ എന്ത് മോളിന്തോവാർ. പ്രസവിക്കാത്തൊരു പെണ്ണ് വന്നിട്ട് ശൈഖിനോട് പറഞ്ഞു, ശൈഖേ കുട്ടിയാണില്ല. അപ്പൊ ശൈഖ് അല്ലാണ്ട് പറഞ്ഞു, പഠിച്ചോനെ ഒരു കുട്ടിനെ കൊടുക്ക് ആ പെണ്ണിനെ. മുറുകനെ രണ്ട് കൊടുക്ക് നീ ചെയ്യാനേ. അപ്പൊ അള്ളാന്റെ മറുപടി എന്താ? ലൗഹുൽ മഹ്ഫൂദിൽ ഓൾക്ക് കുട്ടിയാളില്ലാന്ന് എഴുതിയിട്ടുണ്ട്. ആ പെണ്ണിനെ കുട്ടിയെ കൊടുക്കൂ എന്ന് ശൈഖ് പറയുമ്പോ പഠിച്ചോൻ പറയാ, ലൗഹുൽ മഹ്ഫൂദാണ് എല്ലാത്തിന്റെയും അസ്ല്. ആ ലൗഹിൽ എഴുതിയിട്ടുണ്ട് അവർക്ക് കുട്ടികളുണ്ടാവൂല. അപ്പൊ ശൈഖിന്റെ മറുപടി, എന്നാ പിന്നെ ഒരു കുട്ടിയില്ലെങ്കിൽ രണ്ട് കുട്ടിയെ കൊടുക്കുക. ലൗഹിൽ ഒരു കുട്ടിയും ഇല്ലാതാണെങ്കിൽ രണ്ട് കൊടുക്കറബേന. അപ്പൊ രണ്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. കൊടുഫാൻ എളുപ്പത്തിൽ ഇല്ലെങ്കിൽ മൂന്നെണ്ണം കൊടുക്കണം, അങ്ങനെ 7ഓളം പിണ്ടോവർ. നീ രണ്ട് കൊടുക്കാൻ എളുപ്പല്ലേ? എന്നാ 3 കൊടുക്ക്. ഇല്ലെങ്കിൽ 4 ആവട്ടെ, ഇല്ലെങ്കിൽ 5 ആവട്ടെ, 6 ആവട്ടെ. അങ്ങനെ
7ഓളം പിണ്ടോവർ 7 വരെ പറഞ്ഞു. 7 കൊടുക്കരുത്. 800 തീരും മുമ്പായി ഇറയോവൻ എംപി ഞാൻ 7 കൊടുക്കുമാകുന്നവർ. ശൈഖ് 1 പറഞ്ഞു, 2 പറഞ്ഞു, 3 പറഞ്ഞു, 4 പറഞ്ഞു. നിങ്ങളൊക്കെ പണ്ട് ലേലം വിളിച്ച് ചിലപ്പോൾ നിർത്തിയതല്ലേ എന്ന പോലെ 7 വരേണ്ട് പറഞ്ഞിട്ട് പഠിച്ചോനെ 7 കൊടുക്ക്. 8 പറയുന്നതിന് മുമ്പ് പഠിച്ചോൻ പറഞ്ഞ 7 കൊടുത്തോളാം, 7 കൊടുത്തോളാം, ഇനി പറയല്ലാന്നാ. പറയാൻ മുടക്കില്ലല്ലോ, പറയാനല്ലേ മുടക്കുള്ളത്. അപ്പൊ 7 ഒന്നിച്ച് കിട്ടിയ ആർക്ക്? ഒന്നുമില്ലാത്ത കുട്ടിക്ക്. ഒറ്റ കുട്ടി ഉണ്ടാവൂല എന്ന് ലഹുൽ മഹ്ഫൂദ് രേഖപ്പെടുത്തിയ പെണ്ണിന് ശൈഖിന്റെ ഓർഡർ പ്രകാരം പഠിച്ചവന് 7 കുട്ടികളെ ഒന്നിച്ചു കൊടുക്കാൻ തയ്യാറായി എന്ന് എഴുതി വെക്കുന്നു മുഹ്യിദ്ദീൻ മാല എന്ന ഈ കൃതിയിൽ. ഇതൊക്കെ മദ്ഹാണോ? ഇതൊക്കെ മദ്ഹാണോ? ഇങ്ങനെ എത്രയെത്ര കഥകൾ. എന്നിട്ട് ഈ ഉമ്മത്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഹജ്ജിന് പോകാണോ? ഈ പാട്ടുമായിട്ട് വേണം പോകാൻ. ഹജ്ജ് കഴിഞ്ഞ് വരികയാണോ? ഈ പാട്ടുമായിട്ട് വേണം വരാന്. ഒരു പുതിയ വീട് താമസാക്കാണോ? ഈ മങ്കൂസും സദഫനാം ഓതിയിട്ട് വേണം താമസാക്കാന്. കല്യാണത്തിന് വരെ ഇപ്പൊ തലേന്ന് രാത്രി വന്നിട്ട് ബുർദ ചൊല്ലി പോണത്ത ഇപ്പുള്ളത്. എന്നിട്ട് ഇതൊക്കെ എന്ത് ന്യായ? ഇത് ദീനാണോ എന്ന് ചോദിക്കുമ്പോ പണ്ടൊരാൾ കബറിങ് വന്നിട്ട് നബിയെ മഴ ഇല്ലാന്ന് പറഞ്ഞില്ലേന. ആരാ പറഞ്ഞത്? അത് ഞങ്ങൾക്കറിയില്ല. ആരെ പറഞ്ഞെന്ന് അറിയില്ല. ഒരാളങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്താ മുസ്ലിം നിങ്ങൾക്ക് കഥ? അല്ല, ഞങ്ങൾ പറഞ്ഞ അത് നമുക്ക് വിശദമായിട്ട് ഞങ്ങൾ കാഞ്ഞങ്ങാടും പറഞ്ഞു, ഈരാറ്റുപേട്ടയിലും പറഞ്ഞു, കാളിയാലയും പറഞ്ഞു. തൗഹീദ് വിഷയം ഇനി മുഖാമുഖങ്ങൾ പിന്നെ ചോദിച്ചോളി, ക്ലിയർ ആയിട്ടില്ലെങ്കിൽ വീണ്ടും പറയും. ഇവിടെ മാല മൗലൂദിൽ നിങ്ങൾ സമൂഹത്തെ കൊണ്ട് ചൊല്ലിക്കുന്ന ശിർക്കും ഖുറാഫാത്തും പോസ്റ്റ്മോർട്ടം ചെയ്യാനാണ്. അത് നിങ്ങളെയും കൂടി മുമ്പിൽ എത്തി പറയാൻ കിട്ടുന്നത് അൽഹംദുലില്ലാഹ് വലിയ കിട്ടലാണ്. കാരണം നിങ്ങളെ വിശ്വസിക്കുന്നത് ചൊല്ലിപ്പിക്കുന്ന നാട്ടുകാരും കൊണ്ടല്ലോ ബാക്കിൽ. അപ്പൊ ഓൾക്ക് മനസ്സിലാകും ഇങ്ങനെയൊക്കെ ഇയാൾ പറഞ്ഞിട്ടും ഇവരൊന്നും മുണ്ടിറഞ്ഞല്ലോ, എന്നാ പിന്നെ ഈ മൗലൂദൊക്കെ സംഗതി ശരിയേറ്റ ഇവര് പറഞ്ഞ പോലെ തന്നെ ഇത് നമുക്ക് പറ്റിയതല്ല എന്ന് നാട്ടേക്ക് മനസ്സിലാകും എന്ന പ്രതീക്ഷ എനിക്കുണ്ട്. അതുകൊണ്ട് മുസ്ലിയാക്കന്മാരെ ദയവ് ചെയ്ത് ഈ പാട്ടും പെയ്ത്തും ഒഴിവാക്കി അള്ളാന്റെ കിതാബ് എടുക്കി, റസൂലുള്ളാഹിന്റെ സുന്നത്തെടുക്കി. അതാണ് സുന്നത്തമായത്തിന്റെ പ്രമാണം. അഹ്ലുസുന്നയുടെ പ്രമാണം 4 മുഴുവൻ റാത്തീബും കുത്തുബൈത്തും ഈ പാള കിതാബ് ഒന്നുമല്ല. അല്ലാഹ് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. അതാണ് അഹ്ലുസുന്നക്ക് പ്രമാണം. ആ പ്രമാണം എടുത്തോളൂ, അതിലേക്ക് മടങ്ങിക്കോളൂ. എന്നിട്ട് നിങ്ങൾ ഇസ്സത്തോടു കൂടി ദീന് സമൂഹത്തെ പഠിപ്പിച്ചു. അതാ വേണ്ടത്. അല്ല ദീന്റെ പേര് ഷിയാക്കൾ ഉണ്ടാക്കിയതും ത്വരീഖത്തിൽ ഉണ്ടാക്കിയതും എവിടുന്ന് കിട്ടിയെന്ന് അറിയാത്തതും ആരും പഠിപ്പിച്ചറിയാത്തതും കുറെ കള്ളക്കഥ കുത്തി നിറച്ച് ഓരോരുത്തർ മകൻ മൗലൂദുണ്ടാക്കി അത് വിതരണം ചെയ്തിട്ട് അത് പാടിയും അത് പറഞ്ഞും അത് കാലം തീർത്തിട്ട് ഒരുപക്ഷെ ദുനിയാവിൽ ഒരു നേട്ടമുണ്ടായേക്കാം, പക്ഷേ പരലോകം നഷ്ടമാകും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇനി അടുത്ത ആൾക്ക് അവസരം കൊടുക്കും. 4 അവസരം സിദ്ദീഖ് മിസ്ബാഹിക്ക് തന്നു. തലമറക്കലൊക്കെ പറയേണ്ട സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. സിദ്ദീഖ് മിസ്ബാഹി തലമറക്കൽ പറയേണ്ട സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ വിഷയം ഞാൻ എൻ്റെ തുടക്കത്തിലേ സൂചിപ്പിച്ചു, വിഷയാധിഷ്ഠിതമായി ചോദിക്കണം. നിങ്ങൾക്ക് മലയാളം മനസ്സിലാവുന്ന നിലക്കാണ് ഞാനത് പറഞ്ഞത്. ഇനി അടുത്ത ആളുണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് ധാരാളം അവസരം തന്നു. ഇനി അടുത്ത ആളുണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ ആരുമില്ലെങ്കിൽ നമ്മൾ പരിഗണിക്കാവുന്നതാണ്. അടുത്തൊരു മുസ്ലിം വന്നിരിക്കണ്ടല്ലോ, ചോദിച്ചോളൂ. അബ്ദുറഹ്മാൻ അദ്ദേഹം ചോദിക്കട്ടെ. അദ്ദേഹത്തിന്റെ പേരെന്താ?